ആദരണീയായ അഡ്വസർ വേണുചേട്ടൻ, സോമനാഥൻ, ഷിറാസ് ഖാൻ, ബിജു, ഇന്നത്തെ കഥാപുരുഷൻ ശ്രീ എം തോമസ്. ഇതൊരു പ്രസംഗത്തിന്റെ ഒരു വേദിയായി ഞാൻ കാണുന്നില്ല. ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇവിടെ പങ്കെടുക്കാൻ അവസരം തന്ന മാധ്യമ പഠന കേന്ദ്രത്തോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കണ്ട് പരിചയപ്പെട്ട ഒരു ചലച്ചിത്ര നിരൂപകൻ ശ്രീ എം തോമസ് മാഷാണ്. അദ്ദേഹം ഞാൻ കേരളകൗമുദിയിൽ 32 വർഷം മുമ്പ് കേരളകൗമുദിയിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം അവിടെ ഒരു പതിവ് സന്ദർശകൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നീട് എൻ്റെ എല്ലാ ചലച്ചിത്ര സംശയങ്ങൾക്കും ഉത്തരം നൽകേണ്ട ഒരു ബാധ്യത തോമസ് മാഷിനെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ തോമസ് മാഷിനെ വിളിക്കും. അതായത് ഈ ലോക സിനിമയുടെ ഒരു ജാലകം അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട്, പ്രേക്ഷകരിടയിലുള്ള ഒരു പാലം പോലെ. പക്ഷെ എന്റെ കൗതുകം തോമസ് മാഷിന് അടൂർ സാറുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അടൂർ സാറിനെ കുറിച്ചുള്ള എഴുതിയിട്ടുണ്ട്. അടൂർ സാറ് പുതിയതായിട്ട് സിനിമ എടുക്കുന്നുണ്ടോ, അത്തരം വിവരം. എനിക്ക് അടൂർ സാറിനെ പരിചയമില്ല. അടൂർ സാറ് പുതിയ സിനിമ എടുക്കുന്നുണ്ടോ, ഇത്തരം വിവരങ്ങൾ എങ്ങനെയെങ്കിലും തോമസ് മാഷിൽ നിന്ന് വിട്ടുപോയതായിരുന്നു. പക്ഷേ തോമസ് മാഷ് ഒന്നും വിട്ടുപോയതില്ല. അങ്ങനെ ഇരിക്കുമ്പോ എന്നിട്ട് ഞാൻ ചോദിക്കും, അടൂർ സാറെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കാൻ പറ്റൂ? അത് നോക്കൂ, കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണെന്ന്. തോമസ് മാഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വളരെ അടൂർ സാർ സൂചിപ്പിച്ച പോലെ വളരെ സൗമ്യമായിട്ടാണ് എഴുതുന്നത് മാത്രമല്ല സംസാരിക്കും. ഇത്രയും വിനയത്തോടെ നമ്മള് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതാണ് അദ്ദേഹം നടക്കുന്നത് പോലും. പക്ഷേ സിനിമയുടെ ഈ ലാംഗ്വേജ് ഇത് എഴുതുമ്പോൾ ഈ ലോക സിനിമയെ കുറിച്ച് എഴുതുന്ന ഇന്നത്തെ പോലെ നമുക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലല്ല, വളരെ ശക്തമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നാൽ ലളിതമായിട്ട് എഴുതുമായിരുന്നു. അതൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെ വായിച്ചിട്ടുണ്ട്. അടൂർ സാറിന്റെ കാര്യം ഒരു കാര്യം അതിവിടെ അത്രമാത്രം പ്രസക്തമാണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായി അടൂർ സാറിനെ കണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. അന്ന് ഞാൻ തിരുവനന്തപുരം ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോഴാണ് കഥാപുരുഷൻ എന്നുള്ള സിനിമ അനൗൺസ്. 25 വർഷം മുമ്പാണ്, 95-ലാണ്, 30 വർഷം മുമ്പാണ്. അതിൽ അന്ന് ഞങ്ങളുടെ ബ്യൂറോ ചീഫായിരുന്ന PC ജോജോ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ജോജോ അടൂർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞായറാഴ്ചയാണ് ഒരു സിനിമ പുതിയതായിട്ട് വരികയാണല്ലോ, അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അന്നേരം ആരുണ്ട് എന്ന് ചോദിച്ചു. ഞാനൊരു നന്നായിട്ട് എഴുതുന്ന ഒരു പയ്യനെ വിടാമെന്നാണ് പറഞ്ഞത്. അന്നൊരു പയ്യനാരെന്നും തോന്നുന്നു. അങ്ങനെ ശങ്കരൻകുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തെ കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്കൂർ ആക്കുളത്തെ സാറിന്റെ വസതിയിലെത്തി. അങ്ങനെ ശങ്കരൻകുട്ടിയെ സാറിന് നേരത്തെ അറിയാം, വളരെ ദീർഘകാലത്തെ പരിചയമുണ്ട്. അന്നേരം ഞാൻ അവിടെ നിന്നിരുന്നു, സാർ ഇരിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പേനയും പേപ്പറും എടുത്തു. അന്നേരം എനിക്ക് ചോദിച്ചു തുടങ്ങാൻ പോണ്ട രീതിയിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സാർ ചോദിച്ച്, ഇന്റർവ്യൂ ചെയ്യാനാണോ വന്നത്? ഞാൻ പറഞ്ഞത് പേപ്പർ കാർഡർ ഇല്ലേ? ഞാൻ പറഞ്ഞ പേപ്പർ കാർഡർ എടുത്തില്ല. ഇല്ല. അന്നേരം പിന്നെ ഞാൻ എന്തെങ്കിലും പറയും, നിങ്ങളെ വായി തോന്നുന്ന എന്തെങ്കിലും എഴുതി വെച്ചു, പിന്നെ അത് തിരുത്താൻ വേണ്ടി ഞാൻ പോകേണ്ടി വരും. അന്നേരം നമ്മളാകെ ധർമ്മസങ്കടത്തിലായി. അന്നേരം ശങ്കരൻകുട്ടി പറഞ്ഞു, കുഴപ്പമില്ലാതെ എഴുതുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അന്നേരം സാർ ഒരു കണ്ടീഷൻ വെച്ചു, ഒരു കാര്യം ചെയ്യാം, സംസാരിക്കാം, പക്ഷെ വായിച്ച് കേൾപ്പിച്ചിട്ടേ കൊടുക്കാവൂ. അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഞാനന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് ട്രെയിനിൽ പോയി വരുന്ന കാലമാണ്. അന്നേരം ഞാൻ ജോലിയോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ട്രെയിനിന്റെ സമയമായിട്ടുണ്ട്, ഞാൻ സാറിനെ വിളിക്കാൻ പറ്റിയില്ല. ഞാൻ കൊല്ലത്ത് പോയി അടുത്ത ദിവസം രാവിലെ ട്രെയിനിൽ വന്ന് കേരളകൗമുദി ഓഫീസിലെത്തി. അതിന്റെ റിസപ്ഷനിൽ ചെന്നപ്പോൾ റിസപ്ഷനിസ്റ്റ്, അവരുടെ പേര് ശ്രീരേഖയാണ്, ഇപ്പോഴും മറന്നിട്ടില്ല. അവർ പറഞ്ഞു, അടൂർ ഗോപാലകൃഷ്ണൻ സാർ വിളിച്ചിരുന്നു. 2 തവണ വിളിച്ചു, അടിയന്തരമായിട്ട് തിരിച്ചു വിളിക്കണം. ഞാനാ പഠിച്ചു, ഇനി എന്തെങ്കിലും കുഴപ്പമാണോ? അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു. സാറിന്റെ ആദ്യത്തെ ചോദ്യം, അനുസരണശീലം തീരെ ഇല്ല അല്ലേ? അന്നേരം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ഞാൻ അന്നേരം ഒന്ന് പ്ലേറ്റ് മാറ്റി വെച്ചു. സാറെ വിളിച്ച് ചോദിച്ചില്ലേ? അത് ശരി, നിങ്ങൾ എന്നോട് ചോദിക്കാണ് വിളിച്ച് ചോദിച്ചത്. ഞാൻ പറയും, സാർ ഇങ്ങനെ ബ്യൂറോയിൽ പറഞ്ഞിരുന്നു, ജോലി ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ച് കാണുന്ന കാര്യം. എന്നിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാർ പറഞ്ഞു, കുഴപ്പമില്ല, നന്നായിരുന്നു. അതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അതിനുശേഷം സാർ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. എന്റെ വീട്ടിലെ ഒരു മുതിർന്ന കാരണവരെ പോലെ എനിക്ക് എപ്പോഴും സമീപിക്കാവുന്ന, ഒരു പേനയും പേപ്പറും ഇല്ലാതെ സംസാരിക്കാവുന്ന ആ ഒരു അടുപ്പത്തിലേക്ക് വന്നു. അന്ന് എം തോമസ് മാഷാണ് എപ്പോഴും അടൂർ സാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു. സാറെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, വളരെ സരസരും. അത് പിന്നീട് എനിക്ക് അത് പിന്നെ എപ്പോഴും അത് നമുക്ക് മനസ്സിലായി. അന്നേരം
എം.എഫ്. തോമസ് സാറിന്റെ കാലത്തെ നിരൂപണവും ഇന്നത്തെ നിരൂപണവും, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ബിനു അബ്രഹാം നിരൂപണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വളരെ സത്യമാണത്. കാരണം ഇന്ന് നിരൂപണം മലയാള പത്രപ്രവർത്തനത്തിൽ ഞാൻ ആ പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മലയാള പത്രപ്രവർത്തനത്തിൽ ഇന്ന് നിരൂപണത്തിന് പ്രസക്തിയില്ല. കാരണം മാർക്കറ്റിംഗ് ടീം എന്ന് മേൽക്കൈ നേടിയോ പത്രങ്ങളിൽ, അവര് പറയുന്നത് ഇപ്പൊ നിരൂപണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പരസ്യം തരുന്നപ്പോ കൊടുക്കേണ്ട നിരൂപണം ഒന്നുകിൽ അവര് തന്നെ എഴുതിക്കും. അതാണ് ഇന്നത്തെ നിരൂപണം. അത് വളരെ ദയനീയമായ കാഴ്ചയാണ്. അത് പത്രപ്രവർത്തനത്തിൽ രംഗത്തുണ്ടായ അല്ലെങ്കിൽ നിരൂപണ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല രീതിയിൽ എഴുതുന്നവർ എന്തുകൊണ്ട് നിശബ്ദരായി എന്ന് ചോദിച്ചാൽ അതിനും ഒരു കാരണം ഈ ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ജേർണലിസം വന്നു. അപ്പോൾ പത്രപ്രവർത്തനത്തിൽ പരസ്യത്തിന് പ്രാധാന്യം വന്നു. വലിയ സിനിമകളുടെ പരസ്യം വേണമെങ്കിൽ ആ സിനിമയെ കുറിച്ച് നേരത്തെ തന്നെ ഇപ്പോൾ അതിന് ടെലിവിഷൻ ചാനലുകളിലൊക്കെ പ്രൊമോഷണൽ വീഡിയോ ചെയ്യണമെന്ന് പറയുന്നത് പോലെ നേരത്തെ അവരെ കുറിച്ച് എഴുതുക, അതിൽ അഭിനയിക്കുന്നവരെ കുറിച്ച് എഴുതുക, സംവിധായകരെ കുറിച്ച് എഴുതുക, എല്ലാം നല്ല വാക്കുകൾ മാത്രം. കോഴിക്കോട് തന്നെ നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന ഒരു പത്രപ്രവർത്തക സുഹൃത്തിന് അദ്ദേഹം യുവ എന്ന് പറയാൻ പറ്റില്ല, മലയാളത്തിലെ ഒരു ശ്രദ്ധേയനായ സംവിധായക സിനിമയെ കുറിച്ച് 1-2 വരികൾ എഴുതിപ്പോയി. അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ മാനേജ്മെന്റിനെ കൊണ്ട് ഇടപെട്ട് മാറ്റിച്ചു. അയാൾ ആ ജോലി ചുമതലയിൽ, ഒരു വാരികയുടെ ചുമതലയിൽ, അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടാകുന്ന ഒരു കാലത്ത് ചലച്ചിത്ര നിരൂപണം നമ്മുടെ ഭാഷയിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ മാധ്യമങ്ങളാണ്, ചലച്ചിത്ര നിരൂപകർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെയൊക്കെയാണ് എം.എഫ്. തോമസ് മാഷിനെ പോലുള്ള ഒരു വലിയ നിരൂപകർ. അദ്ദേഹത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വേദിയിലെ അടൂർ സാർ അദ്ദേഹത്തിന്റെ ചിരകാല സുഹൃത്തു കൂടിയാണ്. ആദരിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയാണ് യഥാർത്ഥത്തിൽ എം.എഫ്. തോമസ് മാഷിനെ ആദരിച്ചത്. പക്ഷെ എന്നാൽ കേരളം എത്രമാത്രം അദ്ദേഹത്തെ വലിയ രീതിയിൽ ആദരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടിയില്ല. വലിയ ആദരവ് അറിയിക്കുന്ന, വലിയ അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ എഴുത്തിലൂടെ അംഗീകാരം നമ്മളെ പോലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ വായിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് എന്നും നേടിയിട്ടുണ്ട്. ഈ 80ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരും ആശംസിച്ച പോലെ കൂടുതൽ എഴുതാനുള്ള പ്രേരണ ഉണ്ടാവട്ടെ. എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എന്നെ കുറിച്ച് ഷിറാസ് ഖാൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതിന് അദ്ദേഹം കഴകം എന്നുള്ള സിനിമയുടെ വിവാദത്തെ കുറിച്ച് പറഞ്ഞു. വിവാദങ്ങൾ ആരും ഓർക്കുന്നു ഇപ്പോൾ, എത്രയോ വർഷം മുമ്പ്. പക്ഷെ എനിക്ക് ആ വിവാദത്തിലൂടെ കിട്ടിയത് ഏറ്റവും നല്ല സുഹൃത്തായ ശ്രീ സുകുമാരൻ നായരെയാണ്. അത് ആ വിവാദം ശരിക്കും വന്ന് ഈ ഒരു ജൂറി, മലയാറ്റൂർ രാമകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ചലച്ചിത്ര ജൂറി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കഴകത്തിനായിരുന്നു മികച്ച ചിത്രത്തിനുള്ള അവാർഡ്. അന്ന് അതിനെ തേടി അതിനെ ഒരു ജൂറി അംഗം പറഞ്ഞപ്പോൾ പത്രപ്രവർത്തകന്റെ കൗതുകം, അരമണിക്കൂർ അവാർഡ് പ്രഖ്യാപിച്ച് അരമണിക്കൂറിനുള്ളിൽ ജൂറി അംഗം അവാർഡ് തേടി പറഞ്ഞു. അന്നേരം അത് വാർത്തയാക്കി. പക്ഷെ വാർത്തയ്ക്ക് ശേഷം ഉണ്ടായ വിവാദങ്ങൾ അത് നമ്മുടെ കൈ പോലെ നിൽക്കുന്നതായിരുന്നില്ല. പക്ഷെ അതിലൂടെ എനിക്ക് സുകുമാരൻ നായരെ പോലെ ഒരു വലിയ സംവിധായകന്റെ ഒരു ദീർഘകാല സൗഹൃദത്തിലേക്ക് ആ വിവാദം അതിന് വഴി തെളിച്ചു. അത് ഓർക്കുമ്പോൾ ഞാൻ ആ വിവാദമല്ല ഓർക്കുന്നത്, സുകുമാരൻ നായർ എന്ന സുഹൃത്തിനെയാണ് ഓർക്കുന്നത്. ഇവിടെ ഈ വേദിയിൽ വേണുചേട്ടനുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഒത്തുചേർന്ന് തോമസ് മാഷിനെ ആദരിക്കുന്ന കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കൂടുതൽ അംഗീകാരങ്ങൾ ഈ പ്രായത്തിലും അദ്ദേഹത്തെ ഇനിയും കേരളം കൂടുതൽ ആദരിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് കേരള മന്ത്രിയുടെ ആശംസകളും ഞാൻ ഈ വേളയിൽ അറിയിക്കുന്നു. സന്തോഷം. രാജേഷ്. അടുത്തതായിട്ട്